ചമി, നീ ആ പെണ്ണെ എന്ത് ചെയ്തു? എന്താടാ നിനക്ക് ചെവി കേട്ടൂടെ? ഈ ചാമിക്ക് പാമ്പിന്റെ ചെവിയ മുതലാളി. പിന്നെന്താ നോക്കി നിൽക്കുന്നത്? ആ പെണ്ണ് എവിടെ പോയി? അല്ല, സാറ് ചോദിക്കുന്നത് ഏത് പെണ്ണിന്റെ കാര്യവാ? എടാ, ഒരു പുതിയ ജോഡി ഇവിടെ വന്ന് താമസിച്ചില്ലേ? സാറ് വിചാരിച്ചത് ആ പെണ്ണ് ചത്തൂന്നല്ലേ? എന്നാ ആ പെണ്ണിനെ കൊന്നത് ഞാനാ. എടാ, അത് സത്യമാണോ? മുതലാളിയാണ് സത്യം. അയ്യോ, ഞാനാണേ സത്യം. സാറ് അന്ന് പറഞ്ഞതനുസരിച്ച് ആ പെണ്ണിനെ കുഴിച്ചിടാൻ വേണ്ടി എന്റെ തോളിൽ തൂക്കിട്ടപ്പോ അവളുടെ ശ്വാസം എന്റെ തോളിൽ പെട്ടു. അപ്പോൾ അവൾ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമായി. ആ സന്ദർഭത്തിൽ ചത്തിട്ടില്ലല്ലോ, ഇവൾക്ക് ശ്വാസമുണ്ട്. ഇതാണ് മുതലാളി നടന്നത്. ഞാൻ ചീട്ടിട്. എടാ ശശി, സിന്ധുവിന്റെ ഡാഡി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് എന്തിനായിരിക്കും? ഒരു പെൺകുട്ടിയോട് അവളുടെ ഡാഡി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ അത് അവളുടെ കല്യാണക്കാരിയായിരിക്കും, അല്ലാതെ വേറെ എന്താവാനാടാ? എല്ലാരെയും പോലെ അല്ല സിന്ധുവിന്റെ ഡാഡി. അപ്പോ ഞങ്ങളുടെ വിവാഹം അതത്ര തന്നെ. അവളെന്നെ മറക്കോ? കണ്ടോ, ഉടനെ സംശയം. ആണുങ്ങൾക്ക് സാധാരണ വരാറുള്ളതാ ഈ സംശയം. ദേ സിന്ധു വരുന്നു. നിന്റെ സംശയം നേരിട്ട് തന്നെ തീർത്തോ? എനിക്ക് മനസ്സിലായി രാജേഷ് ചോദിക്കാൻ പോകുന്ന ചോദ്യം. നമ്മുടെ കല്യാണക്കാരി ഞാൻ തീരുമാനിക്കും, ഡാഡി അത് അംഗീകരിക്കും. നമസ്കാരം. അല്ല, ഇതാ രാഘവനോ? നമസ്കാരം. വാ ഇരിക്കേ. കുടിക്കാൻ എന്താ, ചായയോ? പിന്നെ അതോ ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം പറയാനായിട്ടാ. ഗൗരവമുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് പോകുമ്പോ കാറ് വെച്ച് സംസാരിക്കാം. ഞാൻ പറയാൻ വന്നത് നിങ്ങളുടെ മകളെ കുറിച്ചാ. എന്താ, എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ മകൾക്കൊരു വിവാഹാലോചനയായിട്ട് ഞാൻ വന്നതാ. വിവാഹമോ? അതെ, നിങ്ങളുടെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന ആലോചനയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാഘു, ഇന്നത്തെ കാലത്ത് ആണായാലും പെണ്ണായാലും ശരി, വിവാഹം അവരുടെ ആവശ്യമാണ്. അത് അവരുടെ ഇഷ്ടാനുസരണത്തിന് നടത്തണം. അങ്ങനെ പിള്ളേരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താലേ ഉള്ള സ്വത്തും പണവും വല്ല ആമ്പിള്ളേരും തട്ടിക്കൊണ്ട് പോകും, പെണ്ണിവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പൊ താൻ എന്ത് ഈ സ്വത്തും പണവും കണ്ടിട്ടാ തന്റെ മകന് വേണ്ടി കല്യാണാലോചനയും കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നെ അപമാനിക്കുകയാണോ? എനിക്ക് ഒരുപാട് പണിയുണ്ട്, വെറുതെ എന്നെ മെനക്കെടുത്തരുത്. ശരി, തന്നെ ഞാൻ കാണിച്ചു തരാം. അവന്റെ ഒരു കല്യാണാലോചന. സിന്ധു ഇവിടെ പോയി. ടീച്ചർ എന്നോട് ക്ഷമിക്കണം. ഞാൻ സിദ്ധുവിനെ അന്വേഷിച്ചു വന്നതാ. ഐ എം സോറി. സത്യത്തിൽ സോറി ചോദിക്കേണ്ടത് ഞാനാണ്. കഥ കടിക്കാതിരുന്നത് എന്റെ തെറ്റല്ലേ? രാജേഷേ, ഇതുപോലൊരു ബംഗ്ലാവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ആവശ്യത്തിനുള്ള കാശ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അതിനെന്താ, ഇനി ഉണ്ടാക്കാലോ. അതിനുള്ള വക നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടില്ലേ?
അവിടെയാണ് പ്രശ്നം. അച്ഛന് സ്വത്ത് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ ഒരു നായികയെ തിരക്കി പിടിച്ചു. എന്നിട്ട് ആഗ്രഹം സാധിച്ചോ? ആഗ്രഹം സാധിച്ചതിന്റെ ഫലമാ ഞാൻ. എടി, ഇവിടെ അടുത്തെങ്ങാനും ബീച്ചുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ പോയി മനോഹരമായിട്ട് ഒരു കുളി കുളിക്കായിരുന്നു. അതിന് പോരെ ഇവിടെ നല്ല അരുവിയുണ്ട്. വെള്ളം മുകളിന്ന് വീഴും. ആ മുറിക്കകത്ത് കയറി ആ പൈപ്പിനെ ഒന്ന് തുറന്നു വിട്ടാ മതി. മതി മതി, വേഗം റെഡിയാകണം. നമുക്ക് ഈ പരിസരങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണണ്ടേ? അത് ഞാൻ മുമ്പേ വാങ്ങിച്ചിരുന്നതാ. ഇവളെന്താ ഇങ്ങനെ? ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. മായേ, എന്താ ആലോചിക്കുന്നേ? നമ്മുടെ ആകാശിനെ പറ്റിയാ, മറ്റൊന്നുമല്ല. സിന്ധുവിന്റെയും രാജേഷിന്റെയും കാര്യം അവളുടെ അച്ഛൻ സമ്മതിച്ചു. നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാ. പക്ഷേ നമ്മുടെ ആകാശിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് മൂടിയായി കാണുമ്പോ എന്തോ. മായ പറഞ്ഞു വരുന്നത് ആകാശിനൊരു ജോഡി വേണമെന്നല്ലേ? അതെ ടീച്ചർ, അവനെ നമുക്ക് മാറ്റിയെടുക്കണം. ഈ സ്ഥലം കൊള്ളാല്ലേ? കൊള്ളാം കൊള്ളാം. പക്ഷെ വേഗം നടക്ക് രാജേഷേ. നമ്മൾ ഇത്രയൊക്കെ നടന്ന് ക്ഷീണിച്ചു. ഒരു കരിക്കിന്റെ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ക്ഷീണം മാറി കിട്ടും. കൊള്ളാമായിരുന്നു. അതിന് മരത്തിൽ കയറാൻ ആള് വേണ്ടേ? രാജേഷിന് എപ്പോഴും ദാഹോ. ആ കാര്യം ഞാനേറ്റു. ഒന്ന് കേറി കാണിച്ചേ. എന്താ എന്താ സംശയം? കേറി കാണിച്ചു തരാം. സൂക്ഷിക്കണേ. എന്തായാലും കരി കുടിക്കാലോ. നല്ല പരിചയമാ. അല്ല, മുതുമുത്തച്ഛന്മാര് കൊരങ്ങാണെന്ന് പറയുന്നത് ഇവന്റെ കാര്യത്തിൽ ശരിയാ. സൂക്ഷിച്ചു വേണേ. പതുക്കെ. വലിയ കഷ്ടമായി പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞ അവന്റെ അടുത്ത് ഇതൊന്നും വേണ്ടാന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യാനടാ? എല്ലാം ശരിയാവും. നിങ്ങളെല്ലാം ഇത്രയും വിഷമിക്കാൻ വേണ്ടി ഇവിടെ എന്തുണ്ടായി? എല്ലാരും കൂടി ഇങ്ങനെ കൂടിയിരുന്ന് പാവം ഈ കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലേ? സിന്ധു, എല്ലാരോടും ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ. കുട്ടികൾ പാവം വിഷമിക്കുന്നു. ടീച്ചറും അവരെ പോലെ ആയാലോ? എന്താ ടീച്ചർ ഇത്? ടീച്ചർക്കെങ്കിലും ഇവരെ ഒന്ന് അഡ്വൈസ് ചെയ്തുകൂടെ? നിങ്ങൾ എല്ലാരും പോയി കിടന്നോളൂ. ഇവനൊന്നും സംഭവിക്കില്ല. പോകൂ പോകൂന്നേ. എന്നാ ഞങ്ങൾ പറ്റടാ. സിന്ധു, മേലാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വേലക്കാരനോട് പറഞ്ഞാൽ മതി. പരീക്ഷണങ്ങൾ ചിലപ്പോ പരാജയം ഉണ്ടാക്കും. അത് മറക്കണ്ട. ചെല്ലേ. ഉറങ്ങിക്കോ. ഹലോ, ഞാൻ ശ്രീമതിയാ. എന്താ? എന്തിനാ വിളിച്ചേ? ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരുന്നു. പുറത്തെവിടെയും പോണ്ട. വേണ്ട വേണ്ട, വരണ്ട. ഞാൻ വിളിക്കുന്നത് വരെ വരണ്ട. ഛേ, ഓരോന്ന്. നിന്നോടല്ലേ വരണ്ടാന്ന് പറഞ്ഞത്? ശരി, പെട്ടെന്ന് അകത്തേക്ക് വാ. ഇരിക്ക. കഥക്. ഓ, ഞാനത് മറന്നു.